Helikopter, helikopter. Parakoper, parakoper. ഇലക്ഷൻ ആയതുകൊണ്ട് നമ്മളൊന്ന് സൂക്ഷിക്കണം. നീ എന്നെ തോപ്പിക്കരുത് കേട്ടോ. അതൊക്കെ ഞാൻ അവരോട് ഡീൽ ചെയ്തോളാം. ഞാൻ അങ്ങനെ പറഞ്ഞെന്ന് കരുതിയിട്ട് നമ്മുടെ മണ്ടന്മാരായ അണികളുടെ ആവേശം ഒട്ടും കുറയ്ക്കാം. എങ്ങനെ ഇതാരാ സച്ചിൻ? അല്ല വന്നു ഞാൻ ഇപ്പൊ ശരിയല്ല. പെൺകുട്ടികളുടെ സാന്നിധ്യം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ശ്രദ്ധ പിടിച്ചു വെച്ചാൻ വേണ്ടി ഞാൻ ഭയങ്കര കോമാളിത്തരം ഞാൻ വിഷയമായിട്ട് വരികയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ജയിച്ചു കഴിഞ്ഞാൽ 90 ദിവസത്തിനകത്ത് ശ്രീ നരേന്ദ്രമോദിജീനെ ഞാൻ കൊണ്ടുവരുന്ന മണ്ണിലെത്തിക്കും. 5 വർഷത്തേക്കുള്ള ആ പ്ലാൻ കറക്റ്റായിട്ട് ഇംപ്ലിമെന്റ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് അതിന്റെ റിസൾട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ് എന്റെ ചുമതല. പണി തുടങ്ങി മക്കളെ, എന്റെ ഏട്ടൻ പണി തുടങ്ങി. പിന്നാലെ വരും, കാത്തിരുന്നു. ആരിവൻ കല്ലും തൂക്കി പോയിടുന്നു. സ്വിച്ചിട്ടാ കറണ്ട് വരും, ഇടിവെട്ടിയ മിന്നൽ വരും. മനസ്സിൽ വേണമെന്ന് വിചാരിച്ചാലേ ശശിയുടെ കടയിലെ കൊഴുക്കട്ട പോലെ നിൻ കണ്ണു രണ്ടും കണ്ടാലോ ആ കൊഴുക്കട്ട പോലെ. അവർ കണ്ടു കാണോ? കോമാളിത്തരം കാണിച്ചാ കാണാത്ത എന്ത്? ആരേലും ഒന്നും ഇത് പറഞ്ഞു നിർത്തറ, ഭ്രാന്തെടുക്കുന്ന ഇവന്മാർക്കെല്ലാം മൂത്ത ഭ്രാന്താണ്. ഇതൊക്കെ എന്ത് നുമ്മ കാണിക്കാനോ? നോക്കോ ഞാറ് പൊലിച്ചേ മക്കള് വന്നേ കൊയ്തെടുത്തേ, തമ്പ്രന്റെ മക്കള് കൊയ്തെടുത്തേ, പെണ്ണിനെ കണ്ടേ. എന്റെ തലയ്ക്ക് മുകളിൽ ഒന്നുമില്ല, തലയ്ക്കുള്ളിലും ഒന്നുമില്ല. ജയിക്കുകയാണെങ്കിൽ സുൽത്താൻ ബത്തേരിയിൽ ഒരു റെയിൽവേ സ്റ്റേഷൻ കൊണ്ടുവരും. തീർച്ചയായും തീർച്ചയായും. റെയിൽവേ ആണെങ്കിൽ പിന്നെ റെയിൽവേ സ്റ്റേഷൻ വേണ്ടേ? എന്തു ചെയ്യാം, ഹതഭാഗ്യരായവർക്ക് ദൈവം തലച്ചോറ് കൊടുത്തില്ല, അതിന്റെ പേരിൽ ബുദ്ധിയുമില്ല. നീക്ക് എന്താ പറയുന്ന? ചക്ക തന്നെയാണ് താമര, താമര തന്നെയാണ് ചക്ക. ചക്ക നമ്മളിങ്ങനെ പൊളിച്ചു കാണുമ്പോൾ താമരയുടെ ഇതളുകൾ പോലെ ഇരിക്കുക. എടാ പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ, നിങ്ങൾ പാരമ്പര്യമായിട്ട് പൊട്ടന്മാരല്ലേ. വേഗം കഴിക്കട്ടെ, MLA കഴിച്ചിട്ട് പോട്ടെ ആദ്യം. MLA ഞങ്ങളുടെയൊക്കെ MLA ആണ്. എല്ലാരും വിളിക്കണതേ അങ്ങനെയാണ്. ഇപ്പം അവര് ഉറപ്പിച്ചു കഴിഞ്ഞു. ആരേലും ഒന്നും ഇത് പറഞ്ഞു നിർത്തറ, ഭ്രാന്തെടുക്കുന്ന ഒരു കുടുംബത്തിൽ ഒന്നും ഇങ്ങനെയാവാം. എങ്ങനെയാടാ എല്ലാവരും ഒന്നുപോലെ ആയി പോയത്? കുറെ വിവരമില്ലാത്തവന്മാരെല്ലാം കൂടെ ഒരു നാട്ടിൽ നിന്ന് ജനിച്ചു. ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞാൽ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോ.